ഞാൻ പറഞ്ഞത് നീ കേട്ടായിരുന്നോ? ആ ചെറുക്കനും അച്ഛനും വലിയ കുഴപ്പമില്ല അല്ലേ? അപ്പൊ ഇന്ന് ഷോപ്പിങ്ങിന് പോകുന്നില്ലേ? ഓ, ഞാൻ ഈ ചോദിച്ചതിന് നീ ഉത്തരം പറ. കണ്ടിട്ട് നല്ല കൂട്ടരാ അല്ലേ? പുറമേ കാണുന്ന മേന്മയൊന്നും അടുത്തറിയുമ്പോ ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ അങ്ങ് പോട്ടേന്ന് വെക്കും. നമ്മളിപ്പൊ കണ്ട കാര്യം ഞാൻ പറഞ്ഞേ. നല്ല പെരുമാറ്റം, നല്ല വിനയം. ആ ചെറുക്കനെ കാണാനും നല്ല ഭംഗിയാ. ഓ, എനിക്കത്ര കേമായിട്ടൊന്നും തോന്നിയില്ല. മാങ്ങാണ്ടി പോലത്തെ മോന്ത എന്തിനു കൊള്ളാം. അല്ല, ഈ ജാനിമോളെ കാണാൻ അത്ര ഭേദമാണോ? ഇത്തിരി തൊലി വെളുപ്പുണ്ടെന്നല്ലാതെ എന്തിനു കൊള്ളാം? നമ്മുടെ സൂര്യമോളുടെ 7 അയൽവക്കത്ത് നിർത്താൻ കൊള്ളൂ? ഇവളെ വെച്ച് നോക്കുമ്പോ അവനല്ലേ ഒന്നുകൂടെ ഭേദം. എന്റെ അമ്മ കൊണ്ടുവന്ന ആലോചനയ്ക്ക് എന്തായിരുന്നു കുഴപ്പം? ആ ചെക്കനെ കണ്ട കൊതിയാവുമായിരുന്നല്ലോ. ആർക്ക്? തൊഴുത്തിൽ നിൽക്കണ പോത്തിന് ഇപ്പൊ അഴിച്ച് തീറ്റാൻ കൊണ്ടുപോലോ എന്ന് ആലോചിച്ച്. എന്തായാലും ഇതിനേക്കാൾ ഭേദമായിരുന്നു. എന്തുകൊണ്ടും. രത്നമ്മേ, നിന്റെ ബുദ്ധിക്ക് മാത്രമല്ല കണ്ണിനും എന്തോ തകരാറുണ്ട്. നമുക്ക് അങ്കമാലിക്ക് പോവാം, കണ്ണാശുപത്രിയിൽ. ഒരുപാട് കളിയാക്കല്ലേ വിജയേട്ടാ? ഞാനേ തീരെ പൊട്ടിയാന്നൊന്നും വിചാരിക്കല്ലേ. എടി, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ നടേശൻ ഇതിനു മുമ്പ് നിന്നെ കാണാൻ വന്നിരുന്നോ? കല്യാണക്കാര്യം സംസാരിച്ചിരുന്നോ? ഇതാര് പറഞ്ഞു വിജയേട്ടനോട്? ജാനിമോള് തന്നെ പറഞ്ഞതാ. അതിനിപ്പോ എന്താ, ഒളിച്ചു വെക്കണായിരുന്നോ? എപ്പ പറഞ്ഞു? വിജയേട്ടൻ വന്നപ്പോഴെല്ലാം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഫോൺ വിളിച്ചപ്പോ പറഞ്ഞു. എന്തേ? ഓഹോ, അപ്പൊ ഞാനറിയാതെ ഫോൺ വിളിയൊക്കെ നടക്കുന്നുണ്ടല്ലേ? വിവരങ്ങളൊക്കെ അപ്പം വിജയേട്ടന്റെ ചെവിയിൽ എത്തിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എന്താടി, ഫോണിൽ കൂടെ സംസാരിച്ചൂടെ? വിളിച്ചോ, ഇഷ്ടം പോലെ വിളിച്ചോ. എനിക്കൊരു കുഴപ്പമില്ല എന്റെ അപ്പനേ. നടക്കട്ടെ. സമയമായി അല്ലേ രത്നമ്മേ? എന്ത് സമയം? ചെകിട്ടത്തിന് 2 പൊട്ടിക്കാനുള്ള സമയം. ഞാനതിനൊന്നും പറഞ്ഞില്ലല്ലോ. എന്നാ പറ, നടേശം മുമ്പ് ഇവിടെ വന്ന് കല്യാണക്കാര്യം സംസാരിച്ചായിരുന്നോ?